അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 65 സങ്കീർത്തനം 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രാർത്ഥന കേൾക്കുന്നവനായലോവേ, സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. അനേകം വ്യക്തികൾ പല പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഈ കാലത്ത് നിത്യസംഭവമാണ്. നാം അത് നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യവുമാണ്. എന്തിനു വേണ്ടിയാണ് അവർ അപ്രകാരം പോകുന്നത് എന്ന് ചില വ്യക്തികൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. പല വ്യക്തികളും പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നത് അവർ നേർന്നിട്ടുള്ള നേർച്ചകൾ നിവർത്തിക്കുവാനായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഞാൻ ഒരിക്കൽ ഒരു പുണ്യസ്ഥലത്ത് പോയിരുന്നു. നേർച്ചകൾ നിവർത്തിക്കുവാനോ ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിക്കുവാനോ രോഗസൗഖ്യം ലഭിക്കുവാനോ ആയിരുന്നില്ല ഞാൻ അന്ന് പോയത്. പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനുമായിരുന്നില്ല എൻ്റെ യാത്ര. എനിക്ക് പാപക്ഷമ ലഭിക്കുവാനും അല്പം സമാധാനം കിട്ടുവാനുമായിരുന്നു ഞാൻ അവിടെ പോയത്. അല്പം പോലും സമാധാനമോ ആശ്വാസമോ പാപക്ഷമയോ ലഭിക്കാത്തവനായി രാത്രിയിൽ അവിടെ തന്നെ കിടന്നുറങ്ങുകയും രാവിലെ സ്വഭവനത്തിൽ സമാധാനമില്ലാത്തവനായി തന്നെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നിട്ടും എനിക്ക് സമാധാനം ലഭിക്കാതെ പോയതെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുവാൻ വർഷങ്ങൾ പലത് വേണ്ടി വന്നു. മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങി ദൈവവചനമായ ബൈബിൾ വായിക്കുകയും അതിലെ കൽപ്പനകൾ ഒന്നൊന്നായി അനുസരിക്കുവാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് അന്ന് ഞാൻ പുണ്യസ്ഥലത്ത് ചെന്നിട്ടും എനിക്ക് സമാധാനം ലഭിക്കാത്തതിൻ്റെ കാരണം മനസ്സിലാക്കിയത്. നാം നിത്യവും ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ വാങ്ങുവാൻ അതതിൻ്റെ കടകളിൽ തന്നെ ചെല്ലേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ, പെട്രോൾ മേടിക്കുവാൻ റേഷൻ കടയിൽ ചെന്നാൽ നമുക്കത് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ റേഷൻ അരി മേടിക്കുവാൻ പലചരക്ക് കടയിൽ ചെന്നാൽ റേഷൻ അരി ലഭിക്കുകയില്ല. തുണിക്കടയിൽ ചെന്ന് വാഹനത്തിൻ്റെ ടയർ ആരും ചോദിക്കാറില്ല. അതത് വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട്. നാം എവിടെ ചെന്നാലേ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മേടിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സമാധാനം ആവശ്യമുള്ളവർ സമാധാനം കൊടുക്കുവാൻ കഴിവും അധികാരവുമുള്ള യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ തന്നെ ചെല്ലേണ്ടി വരും. ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വലിയ കൂട്ടം യഹൂദന്മാർ യെരുശലേം ദേവാലയത്തിൽ അവരുടെ കൂടാരപ്പെരുന്നാളിൻ്റെ 8-ാം ദിവസമായ ഒടുക്കത്തെ നാളിൽ ശിലോഹാം കുളത്തിലെ അല്പം ജലം പ്രദക്ഷിണമായി ചെന്ന് എടുത്ത് ആലയത്തിൽ യഹോവയ്ക്ക് നിവേദിച്ചുകൊണ്ട് അല്പം പോലും സമാധാനം ലഭിക്കാതെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു കണ്ടു. യേശു അവരുടെ സമീപം തന്നെ നിൽക്കുന്നുണ്ട്. യേശു സമാധാന പ്രഭുവാണെന്ന് ആ കാലഘട്ടത്തിൽ അനേകം കുഷ്ഠരോഗികളും മുടന്തരും അനേകം പാപികളും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരുന്നു. അവൻ്റെ വായിൽ നിന്നും വരുന്ന സമാധാനം തരുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കുവാൻ അനേകർ ഓടിക്കൂടുന്നത് ഈ യഹൂദന്മാർ ദിവസേന എന്നോണം കാണുന്നുണ്ട്. അവർക്ക് സമാധാനം ആവശ്യമാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ അവർ കൂട്ടാക്കുന്നില്ല. എങ്കിലും കർത്താവായ യേശു ക്രിസ്തു സമാധാനമില്ലാത്തവരായി സ്വഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ജനത്തോട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇവിടെ ജീവജലം എന്നാൽ പരിശുദ്ധാത്മാവ് എന്നും ദാഹം എന്നാൽ സമാധാനമില്ലായ്മ എന്നുമാണ് അർത്ഥം. യേശുവിൻ്റെ വിളി കേട്ടിട്ടും ജനം അവൻ്റെ അടുക്കൽ ചെന്ന് സമാധാനം പ്രാപിക്കുവാൻ തയ്യാറായില്ല. ഏതൊരു വ്യക്തിക്കും ഹൃദയത്തിൽ സമാധാനം ലഭിക്കുവാൻ പാപക്ഷമ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റേതൊരു വ്യക്തിയുടെ അടുക്കൽ ചെന്നാലും ആ വ്യക്തിക്ക് എത്രമാത്രം ആരാധകർ ഉണ്ടായിരുന്നാലും ആ വ്യക്തിയിൽ ധാരാളം പാപ സ്വഭാവങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് കഴിയും. പാപിയായ ഒരു വ്യക്തിക്കും അവർ എത്ര ഉന്നതരാണെങ്കിലും മറ്റൊരു പാപിയെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ബൈബിളിൽ മാത്രമല്ല അവൻ നിർമ്മലനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അനേക അന്യമതസ്ഥർ യേശുവിൻ്റെ ദിവ്യത്വവും വിശുദ്ധിയും അംഗീകരിക്കുന്നുണ്ട്. ഇന്നുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരിൽ മാത്രമേ അന്യമതസ്ഥർക്ക് സംശയമുള്ളൂ. തമ്മിൽ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ
നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും മനസ്സിലാക്കുമെന്നാണ് യേശു പഠിപ്പിച്ചത്. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ഉം 35-ഉം വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റുകാരനായ യൂദായും പീലാത്തോസും സാത്താനും എല്ലാം പറഞ്ഞത് യേശു പാപമില്ലാത്തവൻ ആകുന്നു എന്നാണ്. അപ്പോൾ തന്നെ ചില വ്യക്തികൾ പറയുന്നത് യേശു ചരിത്ര പുരുഷൻ അല്ലെന്നാണ്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ റോമാ സാമ്രാജ്യവും ഔഗുസ്ത്യോസ് കൈസറും പീലാത്തോസും ഇസ്രയേൽ മക്കളും എല്ലാം ഐതിഹ്യമാണ് എന്ന് നാം സമ്മതിക്കേണ്ടി വരും. ഇനി ആരെങ്കിലും ഇസ്രയേൽ മക്കൾ ഐതിഹ്യമാണെന്ന് പറഞ്ഞാലും ഹമാസുകാരും പലസ്തീനികളും അപ്രകാരം പറയുവാൻ സാധ്യതയില്ല. ആരെല്ലാം തകർക്കുവാൻ നോക്കിയിട്ടും തകർക്കുവാൻ സാധിക്കാതെ അജയരായി ഇസ്രയേൽ മക്കൾ നമുക്ക് മുൻപിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇസ്രയേൽ മക്കൾ മാത്രം മതി ബൈബിൾ സത്യമാണെന്നും ജീവനുള്ള ഒരു ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ. ആരെല്ലാം സൂര്യന് പുറം തിരിഞ്ഞു നിന്നാലും സൂര്യൻ ഉദിച്ചിട്ടില്ല എന്നോ സൂര്യൻ എന്ന ഒന്ന് ഇല്ല എന്നോ പറഞ്ഞാലും അതിൻ്റെ ചൂടും വെളിച്ചവും ആസ്വദിക്കാതെ രാത്രിയാക്കുവാൻ നമുക്കാകില്ല. പാപക്ഷമ യേശുവിൽ നിന്നും പ്രാപിക്കാതെ സമാധാനം അനുഭവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. യേശു വിളിച്ചു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും വ്യക്തികളെയാണ് കർത്താവായ യേശു ക്രിസ്തു ക്ഷണിച്ചത്. യഹൂദ മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഭൂമിയിലുള്ള സകല മതങ്ങളുടെയും ആചാരങ്ങളും പെരുന്നാളുകളും സമാധാനത്തിനു വേണ്ടിയുള്ള നേർച്ച കാഴ്ചകളും അനുഷ്ഠാനങ്ങളുമാണ് യേശു ഉദ്ദേശിച്ച ഭാരങ്ങൾ. ഈ വക കാര്യങ്ങൾ ആചരിക്കുന്നത് വാസ്തവത്തിൽ വലിയ അധ്വാനം തന്നെയാണ്. ഇപ്രകാരമുള്ള ഭാരം ചുമന്നുകൊണ്ട് അധ്വാനിക്കുകയും അല്പം പോലും ആശ്വാസം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നാൽ താൻ അവരെ ആശ്വസിപ്പിക്കും എന്ന് അന്നുള്ള ജനങ്ങളോടും ഇന്നുള്ള നമ്മോടും യേശു വിളിച്ചു പറയുകയാണ്. യേശു തരുന്ന സമാധാനവും ആശ്വാസവും ലഭിക്കേണ്ടതിന് നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം. യേശുവെ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. നീ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തം എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുതൽ ഞാൻ പാപം ചെയ്യാതെ ജീവിക്കുകയും നിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിന്നെ സ്നേഹിക്കുകയും ചെയ്യാം എന്ന് അങ്ങേക്ക് വാക്ക് തരുന്നു. എൻ്റെ സകല പാപവും പോക്കി എന്നെ നിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നതാണത്. നാം ഇപ്രകാരം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയകാഠിന്യം നീങ്ങിപ്പോവുകയും കണ്ണ് ഈറനണിയുകയും നമ്മുടെ ഹൃദയം ദിവ്യസമാധാനത്താൽ നിറയുകയും ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു. ജോർജ് റോംനി ഒരു ഇംഗ്ലീഷ് പെയിൻറ്ററായിരുന്നു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ലോകപ്രസിദ്ധനായ ഒരു പെയിൻറ്ററായി തീർന്നു. ഈ കാലയളവിൽ തൻ്റെ തിരക്ക് മൂലം കുടുംബജീവിതമാകെ തകർന്നുപോയി. ഭവനത്തിൽ വേണ്ട വിധം സമയം ചിലവഴിക്കുവാൻ സാധിക്കാത്തതിനാൽ ബന്ധം വഷളായി. അതുമൂലം ജോർജ് റോംനി മാനസികമായും ശാരീരികമായും തളർന്നുപോയി. എന്നാൽ സ്നേഹനിധിയായ അവൻ്റെ ഭാര്യ ജീവിതത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവന്നു. ആവശ്യമായ പരിചരണം കൊടുക്കുന്നതിൽ അവൾ ഉത്സാഹം കാണിച്ചു. തൻ്റെ ഭാര്യയുടെ സ്നേഹവും കരുതലും കണ്ട് മാനസികമായ തകർച്ചയും കുറ്റബോധവും മൂലം അവൻ കഷ്ടപ്പെട്ടു. ടെന്നീസൺ എന്ന എഴുത്തുകാരൻ തൻ്റെ റോംനീസ് റീമോഴ്സ് എന്ന പോയത്തിൽ ഇതിനെക്കുറിച്ച് എഴുതിയത് ഇപ്രകാരമാണ്. തൻ്റെ ഭാര്യ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ലോകത്തിന് വലിയ സംഭാവനയാണ് കലയിൽ കൂടി കൊടുത്തത്. ഇത് കേട്ടിട്ട് അവൻ വേദനയോടെ അതിന് ഉത്തരം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എനിക്ക് നല്ലതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് എനിക്ക് തന്നെ ഏറ്റവും നാശമായി തീർന്നു. എൻ്റെ പ്രശസ്തി എനിക്ക് അല്പം പോലും ആശ്വാസം തന്നില്ല. അതെ, അവൻ്റെ ഏറ്റവും വലിയ ആവശ്യം പ്രശസ്തി ആയിരുന്നില്ല, പിന്നെയോ ഹൃദയസമാധാനമായിരുന്നു. ഹൃദയസമാധാനം ലഭിക്കുവാൻ പാപക്ഷമ അത്യാവശ്യമാണ്. യേശു നമുക്ക് സൗജന്യമായാണ് പാപക്ഷമ തരുന്നതെന്ന് നാം ഓർക്കണം. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനും നല്ല സ്നേഹിതനും സഹായിയുമാണ്. ആരെല്ലാം നമ്മുടെ സഹായത്തിന് ആശ്വാസവുമായി വന്നില്ലെങ്കിലും അമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാളും നമ്മെ ആശ്വസിപ്പിക്കുകയും സമാധാനത്താൽ നമ്മുടെ ഹൃദയം നിറയുമാറാക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.